എൻ്റെ ഈശോയാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ ഗീതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം ശിഷ്യന്മാരുടെ മനസ്സ് തുറന്ന കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങേ അനുഗമിക്കുന്ന ഞങ്ങളുടെ മനസ്സുകൾക്കും ഒരു തുറവി തരണമേ. വിശുദ്ധ വചനങ്ങൾ വായിക്കുവാനുള്ള ദാഹം തരണമേ, അതിനുള്ള തീഷ്ണത തരണമേ എന്ന് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ കാര്യം, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതുവരെ അവിടുന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ കാത്തിരിക്കുവിൻ, പ്രാർത്ഥിക്കുവിൻ, പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കപ്പെടുന്നതുവരെ നിങ്ങൾ എവിടേക്കും പോകരുത് എന്ന്. നാമും അതുപോലെ തന്നെ കാത്തിരുന്ന് ശക്തീകരിക്കപ്പെടുവാൻ, പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കണം. മൂന്നാമത്തെ കാര്യം, തീഷ്ണതയോടെ നാം ഈശോയുടെ തിരുഹിതം നിറവേറ്റുവാൻ ആഗ്രഹിക്കണം, ദാഹിക്കണം, അതിനായി പരിശ്രമിക്കണം. ഇതാണ് ഏലിയ പ്രവാചകൻ കടുത്ത പ്രതിസന്ധിയിലും ചെയ്തത്. നമുക്കും അങ്ങനെ തന്നെ ആവാം. നാളത്തെ വിശുദ്ധ ബലിയിൽ തിരുക്കാസയിൽ നമ്മെ കൊടുത്തുകൊണ്ട് ഈ മൂന്ന് കാര്യവും നമുക്ക് നൽകണമേ എന്ന്, കൃപയായി നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.